അങ്ങനെ നമ്മൾ സൂപ്പർ കാഴ്ചകളെല്ലാം കണ്ട് നമ്മുടെ ഇന്നത്തെ എന്താണ് പാചകത്തേക്ക് കടന്നിരിക്കുക. അപ്പോൾ പാചകത്തിന്റെ ഇന്നത്തെ ഒരു ടിപ്സ് അല്ലെങ്കിൽ ഒരു പുതിയൊരു പരീക്ഷണം എന്നൊക്കെ പറയുന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു തരാൻ പോകുന്ന അച്ചായനാണ്. അച്ചായന്റെ പേര് അച്ചായൻ തന്നെ പറയും. അച്ചായന്റെ പേരെന്താ? മാത്തുക്കുട്ടി അച്ചായൻ എന്ന് പറയും. മാത്തുക്കുട്ടി അച്ചായൻ. അപ്പൊ എന്താണ് നമുക്ക് ഇന്ന് പുതിയൊരു വിഭവം പറഞ്ഞു തരാൻ പോകുന്നത്? എന്താണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി? എന്താണ്? ഞാൻ ഈ വാഴക്കുളം എന്ന സ്ഥലത്തിന് ഏറ്റവും നല്ല ഒരു പ്രിയങ്കരമായ പലഹാരമാണ്. അതായത് പൈനാപ്പിൾ പാൻ കേക്ക് എന്ന് പറയും. പൈനാപ്പിൾ പാൻ കേക്ക്. അത് ശരി. സാധാരണ പാൻ കേക്ക് പലതരത്തിലുള്ള ഈ പൈനാപ്പിൾ ഉണ്ടായിരിക്കില്ല. ഇത് ഒരു വെറൈറ്റി ഫുഡാണ്. നമുക്ക് അത്യാവശ്യം വേഗം വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇത് ശരിക്കും ഇതിന്റെ ഒപ്പമാണ് കഴിക്കാനായിട്ട് ഈ ഒരു വിഭവം കൊടുക്കുന്നത്. ഇത് ചായയുടെ ഒപ്പം അല്ല, ഇത് സാധാരണ ഫുഡ് കഴിഞ്ഞിട്ട് ഒരു സീറ്റ് പോലെ കഴിക്കുന്ന ഒരു സംഭവമാണ്. എന്തായാലും പറഞ്ഞ് ഞാൻ എന്തായാലും പ്രേക്ഷകരെ എന്താ പറയുക കൊതിപ്പിക്കുന്നില്ല. പൈനാപ്പിൾ പാൻ കേക്ക് അതാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ഇതിന് വേണ്ട വിഭവങ്ങളാണ് വെച്ചിരിക്കുന്ന സാധനങ്ങൾ. ഇത് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ. ഇത് മൈദയാണ്. മൈദ മാവ്. ഇത് ഏലക്കയാണ്. ഏലക്ക ചതച്ച് വെച്ചിരിക്കുന്നത്. ഇത് ഷുഗറാണ്. പഞ്ചസാര. ഇത് പൈനാപ്പിൾ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇത് തേനാണ്. ഇത് കോക്കനട്ട് ഓയിലാണ്. വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങളാണ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ്. അതായത് ഇത്രയും ചെറിയ കുറച്ച് ഇത് മതി അല്ലേ ഇൻഗ്രീഡിയൻസ്? വ്യത്യസ്തമായിട്ട് തോന്നുന്നത് തേൻ മാത്രമേ ഉള്ളൂ. എന്തായാലും ഇവിടെ കുറച്ച് പൈനാപ്പിൾ ഇങ്ങനെ ഇരിക്കുന്ന എനിക്ക് കുറെ നേരമായിട്ട് അപ്പൊ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് നിസ്സാരപ്പെട്ട ഇൻഗ്രീഡിയൻസ്. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ പാൻ കേക്ക് തയ്യാറാക്കുന്നത്. മനസ്സിലായല്ലോ? തുടങ്ങാം അല്ലേ? തുടങ്ങാം. ഈ പാത്രത്തില് ഞാൻ 5 സ്പൂൺ മൈദ മാവ്, പിന്നെ 2 സ്പൂണ് കോൺഫ്ലവർ, പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഏലക്ക ഏകദേശം ഒരു 4-5 ഏലക്ക ചതച്ചത്, പിന്നെ ഒരു 6 സ്പൂണ് പഞ്ചസാര. പിന്നെ ഈ സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ല. ഇല്ലില്ല. പിന്നെ ഇതിനകത്ത് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു എല്ലാം കൂടെ നല്ല മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് പൈനാപ്പിൾ ചേർത്തിട്ടുണ്ടോ? ഇല്ല, അത് ലാസ്റ്റാണ് പൈനാപ്പിൾ ചേർക്കുന്നത്. ഒരു തുള്ളി പൈനാപ്പിൾ എസൻസ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് അടിച്ച് വെച്ചിരിക്കുകയാണ്. നമുക്കിപ്പം ഈ ചട്ടിയിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കുകയാണ്. പിന്നെ ഇതിന് സ്മെല്ല് വരാൻ വേണ്ടി ഒരു ഞുള്ള് ഏലക്ക ഇടുകയാണ്. ചെയ്തിട്ട് എല്ലായിടത്തും എണ്ണയാകണം. ശരിക്കും എണ്ണയായി. ഏലക്കായുടെ ആ മണം അത് ശരിക്കും ആ സെറ്റിലേക്ക് വന്നു. ഇത് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ദോശ അപ്പമൊക്കെ തയ്യാറാക്കുന്ന പോലെ ഇതൊഴിച്ചു. നമ്മൾ 2 മിനിറ്റ് മൂടി വെച്ചു. അടച്ചു വെച്ചു. ഒരു ശകലം ചൂടായതിനു ശേഷം ഈ അടപ്പ് മാറ്റിയിട്ട് നമ്മൾ ഈ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇതാണ് കുറേശ്ശെ ഇതിൻ്റെ മുകളിൽ നമ്മൾ വിതറി തൂക്കി കൊടുക്കണം. ദോശയൊക്കെ ചുടുന്ന പോലെ. ദോശ പിന്നെ ഊത്തപ്പം ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലിലാണ് നമ്മൾ ചെയ്യുന്നത്. പൈനാപ്പിൾ ശരിക്കും നമ്മൾ മിക്സ് ചെയ്തു. ഇനി വീണ്ടും അടച്ചു വെച്ചു. അപ്പോൾ ഇപ്പം നോക്കിക്കൊണ്ടൊരു നല്ല സ്മെല്ലും ഒക്കെ വരുന്നില്ലേ? കരിഞ്ഞതല്ല, ഇത് കേക്കാണല്ലോ. ഇതിങ്ങനെ വന്നാലേ ഇത് റെഡി ആകത്തുള്ളൂ. നമുക്കിത് വീണ്ടും ഒന്നുകൂടെ തിരിച്ച് ഇട്ട് നോക്കാം. ഈ പൈനാപ്പിൾ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ വാസനയും ഒക്കെ വരുന്നുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്ത് ടേസ്റ്റാണ് ഇത്! അതാണ് വേറൊരു കാര്യം കൂടെ പറയട്ടെ. ഇദ്ദേഹത്തിന് ഒരു മാത്തുക്കുട്ടി ചാനലാണ്. ചില മിമിക്രിക്കാരൊക്കെ സ്റ്റേജിൽ കയറിയിട്ട് പറയില്ലേ, ഷീലാമ്മയുടെ ഒച്ചയിൽ പറയാം, എന്റെ മാത്തുക്കുട്ടി ചാനൽ ഉണ്ടായിരുന്നു. അപ്പൊ അതേപോലെ ഒരു 2-3 കൂടെ തയ്യാറാക്കി തരണം. അപ്പം നല്ല അടിപൊളിയായിട്ട്, നല്ല ടേസ്റ്റ്, നല്ല മധുരമുണ്ട്.
പിന്നെ കൂടാതെ പൈനാപ്പിളിൻ്റെ ഒക്കെ ഒരു നല്ല ക്രിസ്പ് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. ഞാൻ പറയുന്ന സത്യമാണെന്ന് അറിയണമല്ലോ അല്ലേ? അപ്പം ഇവിടുത്തെ കാഴ്ചകൾ അല്ല, അതിനു മുമ്പ് ഒരു കാര്യം പറയാണ്ട് ഒന്ന് എഴുതിയെടുത്തേ. നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട റെസിപ്പി നെല്ലറ നളപാചകത്തിലേക്ക് അയച്ചു തരിക. ഏറ്റവും നല്ല റെസിപ്പിക്ക് നെല്ലറ നൽകുന്ന ആകർഷകമായ സമ്മാനം. അയക്കേണ്ട വിലാസം ഇതാണ്. അപ്പോൾ ഈ ഒരു അഡ്രസ്സിലേക്ക് തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശമോ അഭിപ്രായം എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മുടെ ഈ കാഴ്ചയെ പറ്റിയാലും ഈ ഒരു രുചിനെ പറ്റിയാലും മാത്തുക്കുട്ടി അച്ചായനെ പറ്റിയാലും എല്ലാം തന്നെ എഴുതി അറിയിക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച നല്ല മനോഹരമായ കാഴ്ചകളും രുചികരമായ വിഭവമായി നമുക്ക് നെല്ലറ നളപാചകത്തിലൂടെ കാണാം. അതുവരേക്കും എല്ലാവർക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വിട വാങ്ങുന്നു.